പുൽവാമ ഭീകരാക്രമണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് ഇന്ത്യ. സൈനിക ആശുപത്രിയിൽ വെച്ച് ആസൂത്രണം നടത്തിയത് മസൂദ് അസറാണ്. ആക്രമണം അനന്തരവനെ വധിച്ചതിനുള്ള പ്രതികാരമാണ് എന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. അതേസമയം അതിർത്തിയിലെ ഭീകര ക്യാമ്പുകൾ പാകിസ്ഥാനെ ഒഴിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ മിന്നലാക്രമണം മുന്നിൽ കണ്ടാണ് നടപടി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും അരുൺ ശങ്കർ ചേരുന്നു. അരുൺ, ഈ തെളിവുകൾ എത്രത്തോളം കൃത്യമായി തന്നെ ഈ സംഭവത്തിന് പിന്നിൽ മസൂദ് അസറാണ് എന്ന് സ്ഥാപിക്കാൻ ഇന്ത്യക്ക് കഴിയുന്ന സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു? വളരെ നിർണായക തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ ഭീകരവാദിയായ മസൂദ് അസറാണ് ഉള്ളതെന്ന ഒരു സ്ഥിരീകരിക്കുന്ന തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഇന്ത്യയുടെ അവകാശവാദത്തെ ചൈന ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന ഒരു തെളിവാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ തെളിവ് പ്രകാരം പുൽവാമ ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് 8 ദിവസം മുമ്പാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ തൻ്റെ സഹപ്രവർത്തകരോട് അല്ലെങ്കിൽ മസൂദ് അസർ ഉത്തരവിടുന്നത്. അതും പാക് സൈനിക ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മസൂദ് അസർ ഇത്തരത്തിലൊരു ഉത്തരവ് ഇടുന്നത്. ഇത് സംബന്ധിച്ചുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മരണത്തേക്കാൾ വലുതായി സന്തോഷം നൽകുന്ന ഒന്നുമില്ല എന്നാണ് തൻ്റെ അനുയായികളോട് മസൂദ് അസർ വ്യക്തമാക്കുന്നത്. ഇത് തൻ്റെ അനന്തരവൻ ഉമർ കഴിഞ്ഞ ഒക്ടോബറിൽ കാശ്മീരിലെ ത്രാലിൽ ഇന്ത്യൻ സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിൻ്റെ പ്രതികാരമായിട്ട് പകരം വീട്ടണം എന്ന ഒരു ശബ്ദ സന്ദേശമാണ് അനുയായികൾക്ക് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ പുൽവാമയിൽ ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ തെളിവ് പാകിസ്ഥാനെ വെട്ടിലാക്കുന്നതാണ്. കാരണം പാക് സൈനിക ആശുപത്രിയിൽ ഇരിക്കെയാണ് മസൂദ് അസർ ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം ഭീകരാക്രമണത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോഴും പറയുന്നത് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ലെങ്കിൽ തങ്ങളല്ല ഇതിന് പിന്നിൽ എന്ന് ആവർത്തിക്കുകയാണ് പാകിസ്ഥാൻ. കഴിഞ്ഞ ദിവസം പാക് ഇൻഫർമേഷൻ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുമെന്ന് തങ്ങൾക്ക് പ്രതീക്ഷയില്ല. കാരണം അത് നിഷ്ക്രിയമായി കഴിഞ്ഞിരിക്കുകയാണ്, അത് തങ്ങളുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ആക്രമണം നടത്തി എന്നൊരു അവകാശവാദം തെറ്റാണ് എന്നാണ് പാക് ഇൻഫർമേഷൻ മന്ത്രി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിൽ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇത്തരത്തിലൊരു തെളിവ് പുറത്തു വരുന്നത് പാകിസ്ഥാനെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കും. ഇന്ത്യയും ഈ തെളിവ് രാജ്യാന്തര ഏജൻസികൾ കൈമാറുകയും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ കൈമാറി പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഇത് ഊർജ്ജം പകരാൻ കഴിയുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അരുൺ, ഈ സംഭവത്തിലെ അന്വേഷണം അതിപ്പോൾ ഏത് ഘട്ടം വരെ എത്തി? അതിർത്തിക്ക് സമീപത്തെ ഭീകര കേന്ദ്രങ്ങൾ അത് ഒഴിപ്പിക്കാനുള്ള നടപടിയിലേക്ക് പാകിസ്ഥാൻ പട്ടാളം കടന്നത് ഇന്ത്യയുടെ ശക്തമായ പ്രത്യാക്രമണം ഉടൻ ഉണ്ടാകുമെന്ന ഭീതിയിൽ തന്നെയാണോ? ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യ ഈ ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി നൽകണമെന്ന് എല്ലാ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി തന്നെ സർക്കാർ എടുത്ത നിലപാടിനൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈന്യത്തിന് എല്ലാ സ്വാതന്ത്ര്യവും കേന്ദ്ര സർക്കാർ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനും വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കുന്നത്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അതിർത്തിക്ക് സമീപമുള്ള ഭീകര ക്യാമ്പുകൾ അവർ ഒഴിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭീകരാക്രമണം സംബന്ധിച്ചുള്ള അന്വേഷണവും വലിയ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ NIA ഇപ്പോൾ ഈ വാഹന വ്യൂഹത്തിനോടൊപ്പം സഞ്ചരിച്ച ഒരു കാറിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദൃക്സാക്ഷികൾ പറയുന്നത് ഈ വാഹന വ്യൂഹത്തോടൊപ്പം 78 വാഹനങ്ങൾ ഉൾപ്പെടുന്ന വാഹന വ്യൂഹത്തോടൊപ്പം തന്നെ ഒരു ചുമന്ന കാർ അതേ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഈ കാറിനെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ NIA സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്.